ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യം നമഃ. ദക്ഷിണാമൂർത്തേ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങളെ, നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഈ പവിത്രമായിട്ടുള്ള ഭഗവാന്റെ സന്നിധിയിൽ അധർവശീർഷ ഗണപതി ഹോമം ആണ് നമ്മൾ നടത്തുന്നത്. ഈ ഗണപതി ഹോമത്തെ പറ്റിയിട്ട് നിങ്ങളെ എല്ലാവരും കേട്ടുകാണും. ആ മന്ത്രം വായിച്ചതാണ്. 108 ഉപനിഷത്തിൽ ഉള്ളതാണ്. ഗണപത്യോപനിഷത്ത് എന്ന് പറയും. ആ മന്ത്രമാണ് നമ്മൾ ജപിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതില് പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ചരാചരങ്ങളെ മുഴുവൻ ഗണപതി ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട്, അഥവാ ഗണപതി സ്വരൂപത്തെ, ഭഗവാന്റെ സ്വരൂപത്തെ പ്രകൃതിയുടെ എല്ലാ ഘടകങ്ങളിലേക്കും സംയോജിപ്പിച്ചുകൊണ്ടുള്ള അതിവിശിഷ്ടായിട്ടുള്ള മന്ത്രമാണ്. അധർവണൻ എന്ന ഋഷിയാണ് ഈ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ്. മന്ത്രം ദ്രഷ്ടാരഹ ഋഷയ എന്നാണ്. അപ്പൊ ആ മന്ത്രദ്രഷ്ടാവായ ഋഷിയെ നമ്മൾ ഓർത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണ് സംഷ്ടിയുടെ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. ഹരി ഓം. ഓം ഗണകർഷി നിജർഗായത്രി ഛന്ദ ശ്രീ മഹാഗണപതി ദേവതാ. ഓം ഏകദന്തം ചതുരസ്തം പാശം അങ്കുശധാരിണം അഭയം വരദം ഹസ്തേ വിഭ്രാണാമുഷലധ്വജം രക്തം ലംബോദരം ശൂർപ്പസുകർണം രക്തവാസസം രക്തഗന്ധാനുയുക്താംഗം രക്തപുഷ്പൈः സുപൂജിതം ഭക്താനുകമ്പിനം ദേവം ജഗത്കാരണമച്യുതം ആവിർഭൂതം ച സൃഷ്ട്യാദോ ഹൃദേ പുരുഷാന്തരം. ഓം സന്നമഹാഗണപതേ നമഃ. ഓം ഓം നമോ പ്രാതപദേ നമഃ ഗണപതേ നമഃ പ്രമദപദേ നമസ്തേ സ്തുലംബോധരായ ഏകദന്തായ വിഘ്നവിനാശിനേ ശിവസുതായ ശ്രീവരദമൂർത്തേ നമോ നമഃ. ഹരി ഓം. നമസ്തേ ഗണപതേ ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ ഖല്യുദം ബ്രഹ്മാസി ത്വം സാക്ഷാത്മാസി. നിത്യം മൃതം വജുനി സത്യം വജുനി അവത്വമാ അവവത്താരം അവശോദാരം അവദാധാരം 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 അവാമ്യാം അവശിഷ്ടം അവപശ്ചാത്താൽ അവപുരസ്തത്താൽ അവദക്ഷിണത്താൽ അവചോദ്ധത്താൽ അവ ഉത്തരോത്താൽ അവധരാത്താൽ സർവതോ മാം വാഹി സമന്താൽ. ത്വം അന്മയസ്ത്വം ചിന്മയസ്ത്വം വായുസ്ത്വം ത്വം ബ്രഹ്മസ്ത്വം മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മസ്ത്വം വിഷ്ണുസ്ത്വം രുദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മവത്സരോം സ്വാഹ. ഓം നമോ പ്രാതപദേ നമഃ ഗണപതേ നമഃ പ്രമദപദേ നമസ്തേ സ്തുലംബോധരായ ഏകദന്തായ വിഘ്നവിനാശിനേ ശിവസുതായ ശ്രീവരദമൂർത്തേ നമോ നമഃ. ഹരി ഓം. ഹരിദാം. നമസ്തേ ഗണപതേ ത്വമേവ പ്രത്യക്ഷം ദത്തമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ ഖല്യുദം ബ്രഹ്മാസി ത്വം സാക്ഷാത്മാസി. നിത്യം മൃതം വജുനി സത്യം വജുനി അവത്വമാം അവവക്താരം അവശ്രോതാരം അവദാധാരം അവദാധാരം അവാങ്യാം അവശിഷ്യം അവപശ്ചാത്താൽ അവപുരസ്തത്താൽ അവദക്ഷിണത്താൽ അവചോദ്ധത്താൽ ഉത്തരോത്താൽ അവധരാത്താൽ സർവതോ മാം വാഹി സമന്താൽ. ത്വം അന്മയസ്ത്വം ചിന്മയസ്ത്വം ആനന്ദമയസ്ത്വം ബ്രഹ്മമയ ത്വം സച്ചിദാനന്ദദിദീയോസി ത്വം ജ്ഞാനമയോസി വിജ്ഞാനമയോസി. സർവം ജഗതിദം ത്വത്തോ ജായതേ സർവം ജഗതിദം ത്വതിഷ്ഠതി സർവം ജഗതിദം ത്വയി പ്രത്യേതി സർവം ജഗതിദം ത്വയി ലയവേഷ്യതി. ത്വം ഭൂമിരാഹോ അനയോ ഹരിരനഭ ത്വം ചത്വാരാണി വക്പദാനി ത്വം ഗുണത്രയാതീത ത്വം കാലത്രയാതീത ത്വം ദേഹത്രയാതീത ത്വം അവസ്ഥത്രയാതീത ത്വം മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മ ത്വം വിഷ്ണുത്വം രുദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മോഭവസരോം സ്വാഹ. ഓം മഹാഗണപതേ നമോ നമഃ സ്വാഹ. ഹരി ഓം. ഹരിദാം. നമസ്തേ ഗണപതേ ത്വമേവ പ്രത്യക്ഷം ദത്തമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ ഖല്യുദം ബ്രഹ്മാസി ത്വം സാക്ഷാത്മാസി
നിത്യം തം ഭജമി സത്യം ഭജമി അവത്വമാം അവവക്താരം അവശ്രോതാരം അവദാധാരം അവധാതാരം അവധാതാരം അവാദിരാമവശിഷ്യം അവപശ്ചാത്താദവ പ്രസ്തത്താദവ ദക്ഷിണാത്താദവ ചോദ്ധത്താദവ പ്രലോത്താദവ യഥാത്താദവ സർവതോ മാമാവിസമന്താദത്വം അഗ്മയസ്ത്വം ചിന്മയസ്ത്വം ആനന്ദമയസ്ത്വം ബ്രഹ്മമയ ത്വം സച്ചിദാനന്ദതിദീയോസി ത്വം ജ്ഞാനമയോസി വിജ്ഞാനമയോസി സർവം ജഗതിദം ത്വത്തോ ജായതേ സർവം ജഗതിദം ത്വതിഷ്ഠതി സർവം ജഗതിദം ത്വയി പ്രത്യേതി സർവം ജഗതിദം ത്വയി നൈമിഷ്യതി ത്വം ഭൂമിരാപോ അനലോ ഹരിരാഭാസം ചത്വാരാണി വാക്പദാനി ത്വം ഗുണത്രയാതീതത്വം കാലത്രയാതീതത്വം ദേഹത്രയാതീതത്വം അവസ്ഥത്രയാതീത ത്വം മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മ ത്വം വിഷ്ണു ത്വം രുദ്രസ്ത്വം അഗ്നിസ്ത്വം വായുസ്ത്വം സൂര്യസ്ത്വം ചന്ദ്രമാസ്ത്വം ബ്രഹ്മഭൂർഭുവസ്വരോ സ്വാഹാ പ്രസന്ന മഹാഗണപതേ നമോ നമഃ സ്വാഹാ മഹാഗണപതേ നമോ നമഃ സ്വാഹാ. അപ്പോൾ ഈ മന്ത്രം വളരെ ലളിതമായിട്ടുള്ള സംസ്കൃതമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മന്ത്രത്തിന്റെ അർത്ഥം മുഴുവൻ പ്രകൃതിയെ മുഴുവനും സമഷ്ടിയെ മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ആ മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം യോഗിനോ ധ്യായന്തി നിത്യം. യോഗികൾ എന്നും ധ്യാനിക്കുന്ന അങ്ങയുടെ സ്വരൂപമാണ്. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും ഗണപതിയായി കണ്ടുകൊണ്ട് ഗണപതിയിലേക്ക് നമ്മുടെ പ്രപഞ്ചത്തെ ചുരുക്കിക്കൊണ്ടുവരാൻ അതോടൊപ്പം തന്നെ ഗണപതിയെ നമുക്ക് എന്ത് ചെയ്യാം, പ്രപഞ്ചത്തോളം ഒരു വിരാട് വിശ്വരൂപമായിട്ട് ഭഗവാനെ ആ രൂപത്തിൽ കാണുകയും ചെയ്യാം. അതാണ് ഈ മന്ത്രത്തിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. അതാണ് രണ്ട് തരത്തിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഗണപതി മന്ത്രമാണ്. അപ്പോൾ അത് സമർപ്പിക്കും കേട്ടോ. മഹാഗണപതി ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതയേ നമഃ. എല്ലാവർക്കും ചൊല്ലാട്ടോ, അതറിയാം, ചൊല്ലി എല്ലാം. ഗണേശാഷ്ടേ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം കൃഷ്ണാതിരതരം നാഗയജ്ഞോപവീതിനം ബാലേന്ദ്രവിലസം മൗലിം ദേഹം ഗണനായകം സജമാനന്ദേ നമഃ. അംബികാഹൃദയാനന്ദം അദ്രവിപരിപാലിതം ഭക്തപ്രിയം മനോന്മത്തം ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമോ നമഃ. ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാവിഭൂഷിതം ചിത്രധൂപദേവം ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമഃ. യജഭക്തം സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം പാശാംശധരം ദേവം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമഃ. യക്ഷകിന്നരഗന്ധർവൈ സിദ്ധാവിദ്യാഗുരുരവി സ്തൂയമാനം ചവലതം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമഃ. മൂഷികോത്തമം ആരോഗ്യ ദേവാസുര മഹാരവേ യോജനാം ചവലതം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമഃ. ഓം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാനം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവബുദ്ധിപ്രദാനം വന്ദേഹം ഗണനായകം പ്രസന്ന മഹാഗണപതേ നമോ നമഃ. ഈ മന്ത്രത്തിലെ സിദ്ധി ബുദ്ധി എന്നുള്ള രണ്ട് ശക്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഇടത് വലുതുമായിട്ടുള്ള ഭഗവാന്റെ ശക്തികളാണ്. അപ്പൊ ആ സിദ്ധി മാത്രമേ ആ മന്ത്രം ഗണേശാഷ്ടത്തിൽ ആ സിദ്ധി വരെ ബുദ്ധി കൂടി ചേർക്കണം. അപ്പൊ സർവവിഘ്നഹരം ദേവം സർവ വിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാനം കഴിഞ്ഞാൽ അടുത്തത് സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവബുദ്ധി പ്രദാനം ജനിച്ചോളൂ. നല്ല ഗണപതിയുടെ സിദ്ധി ബുദ്ധി യുക്തനായുള്ള വിഘ്നേശ്വരനെയാണ് നമ്മളതിൽ ധ്യാനിക്കുന്നത്. അതിപ്പോൾ എല്ലാ ദേവതകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ശക്തിയില്ലാതെ ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ലാത്തത് എല്ലാ ദേവതകൾക്കും പ്രധാനമാണ്. പക്ഷെ ഇവിടെ വെച്ചാൽ അവിടെ വെച്ചോളൂ, ഒരു എലി വെച്ചോളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ശിവൻ, പാർവതിയുണ്ട്, ഗംഗയുണ്ട്. അതുപോലെ മഹാവിഷ്ണു, ലക്ഷ്മി ദേവിയുണ്ട്, ഭൂമി ദേവിയുണ്ട്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ, വള്ളി ദേവിയുണ്ട്. അതുപോലെ ദേവരാജുണ്ട്.
അതുപോലെ തന്നെ ഗണപതി സിദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പൻ ശാസ്താവിന് പൂർണ്ണയുണ്ട്, പുഷ്കലിയുണ്ട്, ആയി. അങ്ങനെ എല്ലാ ദേവതകളെ എടുത്ത് നോക്കിക്കോളൂ. എല്ലാ ദേവതകൾക്കും അപ്പുറവും രണ്ട് ശക്തികളാണ്. എന്തിനപ്പോൾ ഈ രണ്ട് ഭാര്യമാരിൽ വെച്ചാൽ രണ്ട് ശക്തികളാണ്. അങ്ങനെ കഥകളുടെ രൂപത്തിൽ പറഞ്ഞാൽ തത്വങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ടാണ് ആചാര്യന്മാരെ കഥകളുടെ രൂപത്തിൽ പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ഭൂമിദേവി ശ്രീദേവിയും ശ്രീ ഭഗവതി രണ്ട് തത്വങ്ങളാണ്. ഗംഗയും പാർവതിയും രണ്ട് തത്വങ്ങളാണ്. അതുപോലെ തന്നെ അഗ്നിക്കുണ്ട് സ്വാഹാ സ്വധ. അതധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല, ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ടാവും. സ്വാഹാവതിയാണ്, സ്വധാവതിയാണ്. സ്വാഹാ സ്വധാണ് അഗ്നിയുടെ. അതുപോലെ സൂര്യന് ഉഷാ ഛായ. ഇങ്ങനെയൊക്കെ എല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ശിവന് പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ ശിവൻ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ആ പ്രപഞ്ചത്തിന്റെ പൂർണ്ണ സ്വഭാവത്തെയാണ് ഈ തത്വങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ഗണപതി ഹോമത്തിൽ നമ്മൾ വിഘ്നേശ സിദ്ധി ബുദ്ധി വിനായകൻ, ആ സിദ്ധി ബുദ്ധി ദുഃഖദനായിട്ടുള്ള വിനായകനെയും കൂടി നമ്മളെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ. മഹാഗണപതേ നമഃ. ഓം മാഷേ മാഷയുടെ അവസരമുണ്ട്, ഭക്തജനങ്ങൾക്കൊക്കെ ചൊല്ലാട്ടോ. ഇനി ഇതിൽ വേറെ തത്വം കൂടി പറഞ്ഞത് ഞാൻ മൈക്ക് കൈമാറാം. ഗണപതിയുടെ ഭജനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ദേവതകളും അതിദേവതകളും പ്രത്യതി ദേവതകളൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട്. സൂര്യന് ഓ ശംഭവേ നമ, അഗ്നേയ നമ. അതുപോലെ തന്നെ അങ്കാരകന് ക്ഷേത്രപാലായ നമ, സ്കന്ധായ നമ. അങ്ങനെ ഓരോ ദേവതകളും സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പം ഈ കേതുവിന് കേതും സ്വാഹ. അതുപോലെ തന്നെ പലാശ പുഷ്പസങ്കാശം താരകാഗ്രമസ്തകം രൗദ്രം രൗദ്രാഘോരം തം കേതും പ്രണമാമിഹം. അപ്പം കേതുവില വേദമന്ത്രമാണ് ഈ കേതും. കൃണ്വന്യകേതവേശോപര്യാവേശമുഷത്ത് അജായതായ സ്വാഹ എന്ന കേതുവിൻ്റെ വേദമന്ത്രമാണ്, സ്തുതിമന്ത്രമാണ് ഈ പലാശ പുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാഘോരം തം കേതും പ്രണമാമിഹം. ചിത്രഗുപ്തായ മാത്മേയ നമ എന്ന രണ്ട് ദേവതകളാണ് പറയുന്നത്. അപ്പോൾ ഗണപതിയാണ് അതിൻ്റെ സ്വരൂപം. അപ്പോൾ ഗണപതി ഭജനത്തിലൂടെ കേതുകൊല്ലത്തെ കേതുവിൻ്റെ ദശയാണുള്ളത്. അതുകൊണ്ട് കേതുവിൻ്റെ അപഹാരം വരും. അങ്ങനെ അപഹാര സമയത്തും കേതുവിൻ്റെ മഹാദശാകാലത്തൊക്കെ തന്നെ വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കനകമാല അർപ്പിക്കുകയും ഗണേശാഷ്ടകം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കേതു ഭഗവാനെ കൂടി നമ്മളിവിടെ പ്രാർത്ഥിക്കും. ഓം കേതും സംശദ്വിലജായതായ സ്വാഹ. പലാശ പുഷ്പസങ്കാശം തരകാഗ്രമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. കേതവേ നമഃ, ചിത്രഗുപ്തായ നമഃ. ഓം ഗണപതേ നമഃ. ഇനി സൂക്തങ്ങളാണ് ഇരിക്കാമോ? ഇത് കഴിഞ്ഞാൽ സുദർശനമുണ്ടല്ലോ, എല്ലാവർക്കും ഇരിക്കാം. അമ്മമാരി നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടൊക്കെ ഇരിക്കാം. കസേലയിലോ സുദർശനമില്ല. അതെ അതെ. അപ്പോൾ ഇത് മുഴിപ്പിച്ചോളണം പക്ഷേ. അത് മുഴിപ്പിച്ചിട്ട് എണ്ണങ്ങൾ മുഴിപ്പിച്ചിട്ട് ആയിക്കോട്ടെ. അത് മോശം നെല്ല് ഒരു അറിയാം. ഏറ്റവും ജനകീയമായിട്ടുള്ള ഹോമമാണ് ഗണപതി ഹോമം. അതിൽ വിശിഷ്ടായി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് തൃശുപ്പ് മന്ത്രം. ജാതവേദസേ സ്മരവാമസോമമലാദിയതോനിദഹാദിവേദ സനപരിഷദതി ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാഗ്നി സ്വാഹ. അത് കഴിഞ്ഞാൽ നമ്മൾ നെല്ല് ഹോമിക്കുന്ന മന്ത്രമാണ് ഉത്തിഷ്ഠഹരിങ്ങളോഹിതാധാന്യ രത്നസംധീമേദായ സ്വാഹ. ഓ ഉത്തിഷ്ഠഹരിങ്ങളോഹിതാധാന്യ രത്ന സമൃദ്ധീമേദായ സ്വാഹ. ഓ ഉത്തിഷ്ഠഹരിങ്ങളോഹിതാധാന്യ രത്ന സമൃദ്ധീമേദായ സ്വാഹ. നമ്മളിനി തെച്ചിപ്പൂ ഹോമിക്കുന്ന മന്ത്രമാണ്. ശ്രീകരമായ മന്ത്രമാണ്. ആര്യകളായിട്ടുള്ള തെച്ചിപ്പൂ നെയ്യിൽ മുക്കിയിട്ട് ഹോമിക്കലാണ് പതിവ്. ഓം ശ്രീയേ ജാതശ്രിയേ ആനിര്യായ ശ്രിയംബയോ ജനതൃഭ്യന്തദാതി ശ്രിയം വസനാൽ അമൃതത്തമായാൻ ഭവന്തി സത്യാസവിധാനദ്രൗ സ്വാഹ. ഇന്ദ്രശ്രേഷ്ഠാനിഗ്രവിണാനി ദേഹി ചിത്തിം ദക്ഷസ്യ സുഭഗത്തമസ്മൈ കോശം ീണാമനിഷ്ഠിം
തന്വാനം സ്വാത്മാനം വായ സുദിനത്തമന്നാം സ്വാഹ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. നമ്മൾ മുക്കുറ്റിയാണ് ഉപയോഗിക്കുന്നത്. സർവ ലോക വശ്യകരമായിട്ടുള്ള മന്ത്രമാണ്. ഈ വശ്യം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുന്ന കാര്യമില്ല. അമ്മയ്ക്ക് അച്ഛനോടും അച്ഛനമ്മയോടും മക്കൾക്ക് രക്ഷിതാക്കളോടും തിരിച്ചിരിക്കലും വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികൾക്ക് അധ്യാപകനോടും രാഷ്ട്രീയ നേതാവിനും ജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാവിനോടും എല്ലാവർക്കും പരസ്പരം വേണ്ട ഒരു കാര്യമാണ് ഈ വശ്യം എന്ന് വെച്ചാൽ പരസ്പരമുള്ള ആ ഒരു ആത്മബന്ധത്തിനാണ് നമ്മൾ വശ്യം എന്ന് പറയുന്നത്. വേറെ വശ്യങ്ങളൊക്കെ അത് വേറെ. അപ്പം ഈ വശ്യപരമായിട്ടുള്ള മന്ത്രം സ്വയംവര മന്ത്രം എന്ന് പറയുന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു പേടിയില്ല. സ്വയംവരം കഴിയുന്നതിനനുസരിച്ച് തോന്നും. പക്ഷെ സ്വയംവര മന്ത്രം പറയുന്നത് വശ്യമന്ത്രമാണ്. എല്ലാവർക്കും ഈ ലോകത്തിന് പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും നമുക്കും അതിനോടുള്ള ആകർഷണം ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തെ നമ്മളെ ആകർഷിക്കും. നമുക്ക് പ്രപഞ്ചത്തെ പരസ്പരമുള്ള ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ട് യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭേദി സകല സ്ഥാപനജഗമസ്യ മുഖഹൃദയം മമവശമാകർഷയ ആകർഷയ സ്വാഹ. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായും ഗണപതി ഹോമത്തിൽ നമ്മൾ ഹോമിക്കുന്ന മന്ത്രങ്ങൾ. ഗണങ്ങളുടെ പതിയാണ്, സകല ദേവതാ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ എല്ലാ മന്ത്രങ്ങളും അഗ്നിയിലൂടെ സ്വീകരിച്ചിട്ടാം. പിന്നെ നമുക്ക് മംഗളാരതി അത് കഴിഞ്ഞാൽ ഈ അമ്മമാർക്ക് ഒരു അവസരം കൊടുക്കും. ഓ ഗംഗണപതി അത് ഇവിടെ സുദർശനത്തിന് അഗ്നി ഞാൻ പറയും ഹോമം. सहस्रशीर्षा सहस्राक्षसहस्रवा सम्भूमिं विश्वतो कृत्वा अत्यधिष्ठल्दशाकुलं पुरुष एदं सर्वं यद्भूतं यच्च भव्यं उदामृतद्वस्तेषानो यदन्येनादिरोहति येदावानस्य महिमादो ध्यायाश्च पूरुषः पादोऽस्य विश्वाभूतानि त्रिपादस्यामृतं दिवि त्रिपादोद्वैपुरुषः पादोऽस्येहा भवल्पुनः ततो विश्वमित्रामल् शासनानशने अभि तस्मात् विराजयता विराजो अधिपुरुषः स जातो अत्यरचिरः पश्चात् भूमिमधो पुरा यत्पुरुषेण हविषा देवा यज्ञमतन्मत वसन्तो अस्य शीताद्यं ग्रीष्म इद्मशरद्धविः तं यज्ञं महर्षि प्रोक्षन् पुरुषं ज्ञातमन्त्रदां तेन देवा यजन्तस्साभ्या विषयश्च ये तस्मात् यज्ञात् सर्वमुद सम्प्रदं पृषदायं प्रसुप्तश्चक्रवायव्यानारण्यान् ग्राम्यांश्च ये तस्मात् यज्ञात् सर्वमुद प्रजस्सामानि यज्ञे चन्द्रांसि यज्ञे तस्मात् विहृत्तस्मादजायत तस्मादश्वा अजायन्त येगे चोभयागत गावो यज्ञे तस्मद्यादायावय यत्पुरुषं यदधो अखिलावकल्पयन् मुखं किमस्य गौ बाहु गावोरुवा उच्येते ब्राह्मणोऽस्य मुखमासीत् बाहूराजन्यं कृता ऊरो तदस्यैश्य पद्भ्यां शूद्रो अजायत चन्द्रमा मनसो जातचक्षः सूर्यो अजायत मुखादिन्द्रश्च निश्च प्राणाद्वायुर्जायत नाभ्यासीदन्तरीक्षं शीर्ष्णद्यौ समवर्तत पद्भ्यां भूमिर्दिशश्रोत्रस्तथा लोकाकल्पयन् सप्तास्यासन् गणपतये नमः।
എല്ലാവരും എണീറ്റ് പ്രാർത്ഥിക്കട്ടോ. ഗണപതി ഉത്സവത്തെ സുദർശനം പക്ഷെ അത് അതിൻ്റെ ഇത് മാത്രം സ്റ്റാൻഡ് വേണം. ഹരിയോ സജ്ജനങ്ങളെ, ശ്രീ തിരുക്കാച്ചാൻ കുറിശി ഭഗവാന്റെ സന്നിധി ഇവിടെ അടുത്താണ് എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ആ ഒരു ഭഗവാന്റെ ഒരു കാന്തിക മണ്ഡലത്തിലെ പ്രഭാമണ്ഡലത്തിലാണ് ഈ പ്രദേശപ്പെടുക എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ആ ഭഗവാന്റെ ഒരു ഓർമ്മയോടുകൂടിയിട്ടാണ്, ആ സ്മരണയോടുകൂടിയിട്ടാണ് ഇവിടെ ഈ നാരായണീയ പാരായണം ആ പ്രത്യേകിച്ച് ഇവിടെ പൂജിച്ച് വെച്ചിട്ടുള്ള ഈ വിഗ്രഹം എത്രയോ നമ്മളെ പ്രധാനമായും നമ്മുടെ അമ്മമാരുടെ ആ സ്വരമാധുര്യത്തോടുകൂടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മഹാശയന്റെ ആ തിരുനാമങ്ങൾ ഭാഗവതം കടഞ്ഞെടുത്തിട്ടുള്ള കഥാരസാമൃതം നിങ്ങൾ പാരായണം ചെയ്തതൊക്കെ ഞാൻ പെൺഡ്രൈവിൽ നോക്കി നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അത് കേട്ടു. വാസ്തവത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ സനാതനമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. ആ ഒരു കുട്ടികൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളടക്കം അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലുന്ന സമയത്താണ് നമ്മൾ ഈ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുക. അപ്പോൾ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു വേദിയാണ് കൊല്ലംകോട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിന് മഹത്വം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അമ്മമാർക്കും നമസ്കാരം. നിങ്ങളാണ് ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അടുത്ത തലമുറയുടെ ഊർജവും അമ്മമാരാണ്, ഞങ്ങളൊന്നും ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ശക്തിയാണ് വാസ്തവത്തിൽ ഇവിടെ വരെ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. ഭഗവാന്റെ ആ ഒരു മേൽനോട്ടം, നമ്മുടെ നേതൃത്വം ഭഗവാൻ നമ്മുടെ നടക്കുക കൊണ്ടും കൈവച്ച് നടത്തുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഈ പവിത്രമായിട്ടുള്ള ഈ വേദി നമ്മുടെ കൊല്ലംകോട്ടുകാരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവിടെ ഒരു കാച്ചാൻകുറിശി അപ്പൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇവിടെയുണ്ട്. ഈ ഗണപതി ഹോമം പഞ്ചായത്ത് വിധാനത്തിലാണ്. ഇവിടെ ഈശാന കോണിൽ ശൈവമായിട്ടും അതുപോലെ നടുക്ക് സൗരമായിട്ടും, ഈ തെക്ക് ഭാഗത്ത് ഗാണപത്യം എന്ന് പറയും, ഇവിടെ വൈഷ്ണവം എന്ന് പറയും, ഇവിടെ ശാക്തേയം എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾക്ക് 5 വിളക്കുകൾ ചുറ്റും കാണാം. ഈ 5 തത്വങ്ങളാണ് പഞ്ചായതനം. ആയതനം പറഞ്ഞ് ഇരിപ്പിടം എന്നാണ് അർത്ഥം. 5 തത്വങ്ങൾ ഇരിപ്പിടാണ്. നമ്മുടെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ജലവും അതുപോലെ തന്നെ അഗ്നിയും അതുപോലെ പൃഥ്വിയും അതുപോലെ വായുവും ആകാശവും. ഈ 5 തത്വങ്ങളാണ് പഞ്ചഭൂതങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പഞ്ചഭൂതാത്മകമായി പഞ്ചായതനത്തിലേക്ക് വളരുന്നത്. ഈ പഞ്ചായതന ആയിട്ടുള്ള ഒരു സ്വരൂപത്തിലാണ് നമ്മൾ ഇന്നത്തെ ഗണപതി ഹോമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ 5 ഭാഗത്ത് കാണുന്നത്. ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് ഗണപതി ഹോമം നമ്മുടെ ആചാര്യന്മാർ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഗണപതി ഹോമത്തിന്റെ ഭാവം എന്ന് പറയുന്നത് പഞ്ചായതന ഗണപതി ഹോമമാണ്. ഗാണപത്യം, സൗരം, അതുപോലെ തന്നെ ശൈവം, വൈഷ്ണവം, ശാക്തേയം ഇങ്ങനെയുള്ള 5 തത്വങ്ങളെ നമ്മൾ ആവാഹിച്ച് പൂജിച്ച് ഭഗവാനെ ഈ അഥർവശേഷ മന്ത്രങ്ങളെ കൊണ്ട് മറ്റുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ തന്നെ പൂജിച്ച് സ്തുതിച്ച് ഭഗവാനെ തൃപ്തി വരുത്തിയിരിക്കുകയാണ്. മറ്റെല്ലാ ഹോമങ്ങളും വ്യത്യസ്തമായി ജനകീയമായിട്ടുള്ള ഹോമമാണ് ഈ ഗണപതി ഹോമം. എല്ലാവരുടെയും അതെല്ലാം ഭാരതത്തിൽ മുഴുവൻ ഈ ഗണപതി ഹോമത്തിൻ്റെ വിശിഷ്ടതയുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഈ എല്ലാ ദേവതകളുടെയും സർവ്വദേവതാ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും നമുക്ക്
കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. 32ഓളം ഗണപതി സ്വഭാവങ്ങളെ ഭാവങ്ങളെ നമ്മളുടെ സങ്കല്പിച്ച് ആഹുതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൊല്ലിയ എല്ലാ മന്ത്രങ്ങളും അതുപോലെ സ്തുതികളും ഒക്കെ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പൂക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള അതിൻ്റെ സംഘാടകർക്കും അമ്മമാർക്കും അതുപോലെ ഇതിൻ്റെ ഈ ദേശവാസികൾക്കും സമാജത്തിനും മൊത്തം ആയുസ്സും ആരോഗ്യ അഭിവൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും കൊടുക്കണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗണപതി സമർപ്പിക്കണം. ഓം വിശ്വാനി ദേവസവിദുരിതാനി പരാസുവാ യദ്ഭദ്രം തന്നാസുവാ മാനേകസ്മിൻ ആഗസീ മാധുയോരുദൃശൂവധിർമാശൂരഭൂരിഷൂ അഗ്നയേനയ സുധാരായേ അസ്മാൻ വിശ്വാനി ദേവവനുനാനി വിദ്വാൻ യുയോതസ്മാത് പുരാണമേനോ ഭൂയിഷ്ഠം തേ നമഃ ഉഗ്രിവിധേമ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് ഏത്തം വിടലൊക്കെ ഇഷ്ടമാണ്. ഏത്തമൊക്കെ വിടാം. കുട്ടികൾക്ക് പ്രത്യേകിച്ച്. മഹാഗണപതേ വിഘ്നേശ്വര മംഗളമൂർത്തേ നമോ നമഃ. തൊഴുതോളൂ കേട്ടോ. കർപ്പൂരാരതിയാണ്. ഓം വിശ്വാനി ദേവസവിദുരിതാനി പരാസുവാ യദ്ഭദ്രം തന്ന ആസുവാ മാനേകസ്മിൻ ആഗസീ മാധുയോരുദ ത്രിഷൂവധിർമാശൂരഭൂരിഷൂ. ഓം കർപ്പൂരദീപം സുമംഗളം സുമനോഹരം നയനാഭിരമ്യം ദീപത്രയം സമ്യക് ദർശയാമി. കർപ്പൂരദീപം ദർശയാമി. ഓം കർപ്പൂരദീപം ആഘ്രപയാമി. ഓം കർപ്പൂരദീപം ആഘ്രപയാമി ദർശയാമി ആഘ്രപയാമി. മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ മഹാഗണപതേ നമഃ. ഓം വിശ്വേഭ്യോ ദേവേഭ്യഃ ശങ്കതീർത്ഥം തരണം. ഭക്തേഭ്യോ നമഃ ഭക്തേഭ്യോ നമഃ ഭക്തേഭ്യോ നമഃ. പ്രകാശം അധികം വന്നോളൂ. പ്രസാദം കൊടുക്കും. കുടിയലി ഉണ്ടെങ്കിൽ നക്കലി ഉണ്ടെങ്കിൽ നക്കൽ തന്നോളൂ. കൊടുത്താലും ആണ് ഇപ്പം കരിപ്രസാദാക്കിയത്. മുറിക്കണോ? മുറിച്ചിട്ട് കാലുണ്ടെങ്കിൽ കാലം തന്നോളൂ. കാലിൽ വീട് ഇത് പ്രസാദത്തിലാണ് ഈ തട്ടില്. ശരിയോ?
എല്ലാവരും പരസ്പരം തൊട്ടോളൂ. അതെ അതെ ഹരിപ്രസാദ് ഏറ്റവും കൂടുതൽ രക്ഷ ഹരിപ്രസാദം. തീർത്ഥം മാഷ് തരും. പക്ഷെ തീർത്ഥം സേവിക്കാം, പ്രസാദം സേവിക്കാം. ഗണപതി പ്രസാദം എല്ലാവരും എല്ലാം